അസ്സലാമലൈക്കും ഗായ്സ്. 2026 ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മേരി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എൻ്റെ ഇക്കൊല്ലത്തെ ആദ്യത്തെ വ്ളോഗാണ് ഗൈസ്. ഞാൻ ഒരു മാസമായിട്ട് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. ലോവർ ബാക്ക് സർജറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അഫ്രീൻ ഷാസ് വേൾഡ്. ഓക്കെ ഗൈസ്, സോ കഴിഞ്ഞ മാസം 4-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി. ഒരു മാസം കഴിഞ്ഞ് നമ്മളുടെ കോട്ടയ്ക്കൽ മിംസ് ആസ്റ്ററിലായിരുന്നു സർജറി. എന്താ പറയുക, നമ്മളുടെ കുറച്ച് നാളുകളായിട്ട് ഉള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പല ഡോക്ടേഴ്സിനെയും കണ്ട് ലാസ്റ്റാണ് നമ്മൾ കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിലേക്ക് എത്തണത്. അങ്ങനെ അവിടെ നമ്മളുടെ ഫൈസൽ എം ഇക്ബാൽ സാറിനെയാണ് കണ്ടത്. അവിടെ നിന്നാണ് സർജറി കഴിഞ്ഞത്. അൽഹംദുലില്ലാ ഇപ്പം സമാധാനമായിട്ട് ഇരിക്കണ്, എല്ലാം റാഹത്തിലാണ്. അത്യാവശ്യം നടക്കണുണ്ട്. ഇപ്പം ഞാൻ ഇരുന്നാണ് സംസാരിക്കണത്. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ എന്താ പറയുക, പബ്ലിക്കിൽ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പിന്നെ കൂടെ ഷാനുക്കയും അനുമോനുമാണ് ഉണ്ടായിരുന്നത്. അഫ്രീൻ ഷാ തീരായി ഹിരിയൽക്ക് വരില്ല, വീഡിയോ എന്ന് പറഞ്ഞ സംഭവത്തേക്ക് വരില്ല. ഇപ്പം ആദ്യമൊക്കെ ആൾ നല്ല ആക്റ്റീവായിരുന്നു, ഇപ്പം ഒട്ടുകൾക്ക് ഇഷ്ടമല്ല. പിന്നെ ഷാനുക്കായാലും ആ സമയത്ത് ടെൻഷനും കാര്യങ്ങളുമാണ്. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ചൊരു വ്ളോഗ് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കില്ല. എല്ലാവരെയും പോലെ മറ്റുള്ളവരൊക്കെ എടുക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ട് ചെയ്യാൻ, പക്ഷേ എനിക്കതിന് പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ റൂമിൽ കിടക്കുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാം. സർജറിക്ക് പോകണതോ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് വരുന്നതോ അങ്ങനത്തെ യാതൊരുവിധ സംഭവങ്ങളും ഇല്ല. പിന്നെ അത് എൻ്റെ കയ്യിൽ നിറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അല്ലുകുട്ടി, ഞാൻ എന്തായാലും കിടക്കല്ലേ. അപ്പം ഒരു ദിവസം മിനിയാന്ന് രാത്രി തോന്നുന്നുണ്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ടുവന്ന് ഉമ്മച്ചി ഞാൻ മൈലാഞ്ചി ഇട്ടോട്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അല്ലു ചെയ്തു വെച്ചതാണ് കേട്ടോ ഗൈസ്. കുഴപ്പമില്ല അല്ലേ? അല്ലുവിൻ്റെ ഏജ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പം എന്നാൽ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തത് ഇതിൽ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഗൈസ്. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. അങ്ങനെ ഡിസംബർ 3-ാം തീയതി രാവിലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. നമ്മളോട് ഒരു 11-11:30 അവിടെ എത്താനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 8 മണി 8:30 ഒക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളുടെ റോഡൊക്കെ വളരെ മോശം, കാരണം നമ്മൾ പരമാവധി ബീച്ച് റൂട്ടിൽ കൂടെയാണ് പോയത്. എന്നിട്ട് പിന്നെ ചാവക്കാട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹൈവേയിലേക്ക് കയറിയത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല റോഡാണ്. ചാവക്കാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പുതിയ റോഡാണ് വരുന്നത്. അപ്പോൾ നല്ല റോഡാണ് അൽഹംദുലില്ലാ. കാരണം ഈ ബാക്ക് പെയിനും ഇതൊക്കെ കാരണം ബെൽറ്റ് ഇട്ടിട്ടാണ് യാത്രയൊക്കെ ചെയ്യുന്നതെങ്കിലും ഈ കുഴിയിലൊക്കെ ചാടുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ, വൈപ്പർ ഇട്ടിട്ടും കാണാൻ പറ്റാത്തത്ര മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വഴിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും കൂടെ കുഴപ്പമുണ്ടായില്ല അൽഹംദുലില്ലാ. അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് ഒരു 10 മിനിറ്റ് മുൻപായിട്ട് ഒരു ടീ ഷോപ്പിൽ കയറി ഒരു ചായയും സ്നാക്കൊക്കെ കഴിച്ച് എന്നിട്ടാണ് പിന്നെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് വീണ്ടും പോയത്. നമ്മൾ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടർ നമുക്കൊരു കോണ്ടാക്ട് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അവരെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്തത്. നമ്മൾ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ കൂടെ തന്നെ ഇവരുണ്ടായിരുന്നു. പിന്നെ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ അഡ്മിറ്റായി ഗൈസ്. അഡ്മിറ്റായിട്ട് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഗൈസ്. എൻ്റെ പേരൊക്കെ എഴുതി ഒട്ടിച്ച്
എന്നെ ഇങ്ങനെ കിടത്തിയേക്കാണ്. നാളെയാണ് സർജറി പറഞ്ഞേക്കണത്. ഡോക്ടർ വന്ന് കണ്ടുപോയി. അസ്സലാമലൈക്കും, ഗുഡ് മോർണിംഗ്. 5 സർജറി ചെയ്തു. ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞു. ചായക്ക് ബെന്നി ചായക്ക് വാങ്ങിക്കൊണ്ട് കൊടുത്തു. അത് കഴിക്കാൻ ഞാൻ സർജറിക്ക് പോകാൻ വേണ്ടി റെഡിയായി കിടക്കണം ഗൈസ്. ഡ്രസ്സൊക്കെ ഇട്ടു. പിന്നെ അതാ കയ്യുമ്മല്ല ഒരു സൂചിയൊക്കെ കുത്തി. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല ഗൈസ്. അപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സർജറിക്ക് പോകേണ്ട ഒരു പേടിയുമൊക്കെ ഉണ്ട്. സർജറി ഒക്കെ കഴിഞ്ഞു ഗൈസ്. സർജറി കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ് ഗൈസ്. കയ്യുമ്മല മറ്റേ പ്രഷർ പമ്പ് കണക്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതാണ് ആ ചുവന്ന വരകൾ. പിന്നെ കുറേ ഛർദ്ദിച്ചു. കാരണം രാവിലെ വെളുപ്പിന് ഭക്ഷണം കഴിച്ചതല്ല, 8 മണി കഴിഞ്ഞ് 8:30 ആയി റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ. അൽഹംദുലില്ലാ ഒരു രാത്രി കഴിഞ്ഞു. അപ്പോഴും ഉറങ്ങിയിട്ടില്ല ഗൈസ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും കിടന്നു. അപ്പോൾ ഡോക്ടർ വന്നു, നാളെ ഡിസ്ചാർജ് ആകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡിസ്ചാർജായി പോകുകയാണ് ഗൈസ്. പറഞ്ഞപ്പോൾ എന്ത് വേഗം കഴിഞ്ഞില്ലേ. നമ്മൾ 3-ാം തീയതി അഡ്മിറ്റായി, 6-ാം തീയതിയാണ് ഡിസ്ചാർജ് ആയത്. സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ ട്യൂബൊക്കെ ഊരി ബാത്റൂമിലൊക്കെ പറഞ്ഞയച്ചു. പിന്നെ ഡോക്ടർ വന്ന് കട്ടിൽ വന്ന് ഇറങ്ങാൻ പറഞ്ഞ്, നടന്ന് കസേര വന്നിരിക്കാൻ പറഞ്ഞ്. അങ്ങനെ അപ്പോൾ അതൊക്കെ ചെയ്ത് അൽഹംദുലില്ലാ പിറ്റേ ദിവസം തന്നെ നടത്തിച്ച്. ബാക്കിൻ്റെ സർജറി ആണെങ്കിലും അൽഹംദുലില്ലാ കീ ഹോളായിരുന്നു സർജറി. അത്യാവശ്യം സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാ. ഇതിൽ ഞാൻ ഇങ്ങനെ വീഡിയോ നോക്കുമ്പോൾ ഇതിലൊന്നുമില്ല. എന്ത് പെട്ടെന്നാണ് കഴിഞ്ഞത്. അങ്ങനെ അൽഹംദുലില്ലാ. എന്തായാലും നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളവിടെ ചെന്ന് തിരിച്ച് പോരുന്ന വരെ. ഇപ്പോൾ എന്താ പറയുക, നമ്മളുടെ വീൽ ചെയർ തള്ളുന്ന ചേച്ചി മുതൽ എല്ലാവരും, നേഴ്സുമാരായിക്കോട്ടെ, പിന്നെ അവിടെയുള്ള ഓരോരുത്തരും അത്രക്കും ടേക്ക് കെയറാണ് ചെയ്തിരുന്നത്. എക്സ്റേ, MRI, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ECG, ഒരുപാട് ഇതിൽ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും ചെയ്തു. അപ്പോൾ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ. ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ അവർ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകണമൊക്കെ. നമ്മളൊന്നും അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലായിടത്തും പോയി അവിടെ എല്ലായിടത്തും എല്ലാ കുട്ടികളും നല്ല നല്ല കെയറിങ്, നല്ല എന്താ പറയുക, നമ്മളൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടാണ് അവർ പെരുമാറിയിരുന്നതൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് നല്ല ഇഷ്ടമായി. വലിയ ഭയങ്കര പോർഷ് ഹോസ്പിറ്റലല്ല, നമ്മൾ ഒരു നോർമൽ റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. അൽഹംദുലില്ലാ എനിക്ക് നല്ല ഇഷ്ടമായി അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ വേദന ഇതൊക്കെ നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ അവരെ എന്താ പറയുക, നമ്മളെ നോക്കിയത് ആലോചിക്കുമ്പോൾ എല്ലാം മറക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ പോലും നമുക്ക് അവിടെ നിൽക്കാമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ കിടക്കണതിൻ്റെ അടുത്ത് തന്നെ എല്ലാ ഹോസ്പിറ്റലിലുള്ള പോലെ തന്നെ ബെല്ലുണ്ടാവും. ആ ബെല്ല് നമ്മൾ അടിച്ചാൽ സ്പോട്ടിൽ, അതായത് ഒരു മിനിറ്റൊന്നും ആവണ്ട, ഒരു 30 സെക്കൻഡൊക്കെ കഷ്ടിയാവുമ്പോഴേക്കും അവർ ഓടിയെത്തും. എന്തെത്താന്ന് ചോദിച്ചിട്ട് ഓടി വരും. എന്താണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിനുള്ള സൊല്യൂഷനും കാര്യങ്ങളും. അങ്ങനെ നല്ല നല്ല അടിപൊളിയായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് എല്ലാ ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഡിഫറൻസ് തോന്നിയത്, നമ്മൾ ചെന്ന് സർജറിക്കൊക്കെ എന്തായാലും അഡ്മിറ്റ് ആകുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈമക്കൊണ്ട് ആ സൂചി കയറ്റും. എനിക്ക് ഭയങ്കര എന്താ പറയുക, ഡിസ്റ്റർബൻസും പേടിയും കാര്യങ്ങളുമാണത്. അപ്പോൾ പക്ഷേ ഇവർ സർജറിക്ക് കൊണ്ടുപോകണ നേരത്താണ് എൻ്റെ കയ്യുമ്മിൽ ആ സിറിഞ്ച് ഇട്ടത്.
അതുപോലെ തന്നെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് എപ്പോഴും അതെ ഇങ്ങനെ പെട്ടെന്ന് ബ്ലോക്കാവും. അപ്പോൾ പെയിനും മരുന്ന് പോവാണ്ട് വീർത്തത് ബുദ്ധിമുട്ട് വരും. അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവണതാണ്. അപ്പോൾ എല്ലായിടത്തും നമ്മളത് പറയും അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, അത് ഇത് എന്നൊക്കെ പറയും. ഇവരോടായ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോഴേക്കും ആ കുട്ടികൾ അതവിടെ ഊരിത്തന്ന്. എന്നിട്ട് പിന്നെ അടുത്ത ഇഞ്ചക്ഷൻ്റെ അടുത്ത ഗ്ലൂക്കോസ് ആൻറ്റിബയോട്ടിക് ആയിട്ടിൻ്റെ ടൈം ആയപ്പോഴാണ് അവർ നമ്മളുടെ കൈമേൽ അത് ഇട്ട് തന്നതും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും വല്ല ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ, അങ്ങനെ. പിന്നെ അതേപോലെ നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറോട് വിളിച്ച് പറഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ എല്ലാം നല്ല ഇതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാവർക്കും തണ്ടൽ സർജറി എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടിയല്ലേ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നല്ലൊരു സ്ഥലമാണ് നമ്മളെ കോട്ടയ്ക്കൽ മിംസ്. ഫൈസൽ എം ഇക്ബാൽ സാറ്, പിന്നെ സിയാദ് സാർ, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും കുറേ പേരുണ്ട്. എല്ലാവരും നല്ല ഡോക്ടേഴ്സാണ്. നമ്മളോട് എന്താ പറയുക, സർജറിയൊക്കെ നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. നമ്മളോട് കാലനക്ക് വിരലനക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടായിരുന്നു സർജറി. പിന്നെ അൽഹംദുലില്ലാ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി എന്താണ് എനിക്ക് സർജറി ചെയ്തതെന്നും ചെയ്തതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവരുടെ പ്രാർത്ഥനയിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അപ്പം please like, share, subscribe my channel. Thank you for watching. Tata bye bye. Assalamu alaikum.